സുഗു, ഇന്നലെ പോട്ടെ അൻവറിന്റെ മുൻകാല വർത്തമാനങ്ങൾ മറക്കാമെന്ന് വെച്ചാലും ഇന്നലെ സ്ഥാനാർത്ഥിയാവാനില്ല അല്ലെങ്കിൽ ഇന്നലെ മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞ അൻവർ ഇന്ന് മത്സരരംഗത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അൻവറിനൊപ്പം തുടക്കം മുതലുള്ള ശ്രീ എ സുഗുവിനെങ്കിലും ഉറപ്പുണ്ടോ ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കപ്പെടില്ല എന്ന്? ശ്രീ സുഗു. ഹാഷ്മി, ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരരംഗത്ത് ഉണ്ടാവണം എന്നുള്ളത് ഈ കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും ആവശ്യമായിരുന്നു. ആ ആവശ്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യം അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില പ്രായോഗിക തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അത് അദ്ദേഹം ഇന്നലെ പറഞ്ഞല്ലോ. പക്ഷേ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലൊട്ടാകെയുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനാവശ്യമായിട്ടുള്ള പ്രചരണ സാമഗ്രികൾ, മെറ്റീരിയൽസുകൾ എല്ലാം സപ്ലൈ ചെയ്തു കൊള്ളാമെന്നുള്ള ഉറപ്പിന്മേലാണ് PV അൻവർ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്തിനാ പിൻവലിക്കുന്ന പ്രശ്നമുള്ളത്? ഞാൻ ചോദിക്കുന്നത് EA സുഗുവിന് നമുക്ക് പിന്നെയും ഇരിക്കേണ്ടവരാണ്, നമുക്ക് പിന്നെ ഇതൊക്കെയും കേരളം കേൾക്കുന്നതുമാണ്. EA സുഗുവിന് ഉറപ്പുണ്ടോ PV അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കില്ല? ഇവിടെ ഡെറക് ഒബ്രിയാൻ, മമതാ ബാനർജി, ആരാണ്, മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ അൻവറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ എത്തും. അൻവർ അവസാനം വരെ മത്സരരംഗത്തുണ്ടാകും എന്ന് ഉറപ്പുണ്ടോ സുഗുവിന്? തീർച്ചയായും നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സന്നദ്ധതയോട് കൂടിയിട്ടാണ് നാളെ ശ്രീ PV അൻവർ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ഈ കേരളത്തിൽ UDFൻ്റെ ഭാഗമാകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു പാർട്ടിയാണ്. പക്ഷേ ഇന്ന് അതിനുള്ള എല്ലാ സാധ്യതകളും അംഗീകരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു പോംവഴികളൊന്നുമില്ലല്ലോ. അത് ആരുണ്ടാക്കിയ പ്രതിസന്ധിയാണ് ശ്രീ എ സുഗു? അത് ശ്രീ PV അൻവർ ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ്. PV അൻവർ ഒരു മുദ്രാവാക്യം, പിണറായിസം എന്നൊരു മുദ്രാവാക്യം ഉണ്ടാക്കുന്നു, അവിടെ കലാപം ഉണ്ടാക്കി അദ്ദേഹം ആരും പറയാതെ അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ അവിടെ രാജിവെച്ച് അവിടെ മത്സരം ഉണ്ടാകുമ്പോൾ അവിടെ പാർട്ടി മാറുകയായിരുന്നു സെൽവരാജ്. അവിടെ സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. പണ്ട് സോണിയാഗാന്ധി അങ്ങനെ മത്സരിച്ചു, അപ്പോൾ അവിടെ ഇരട്ട പദവിയായിരുന്നു. അങ്ങനെ പല സാങ്കേതികത്വങ്ങളുണ്ട്. ഇവിടെ യാതൊരു സാങ്കേതികത്വവും ഇല്ലാതെ ഈ പറയുന്ന LDF സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ MLA ആയിക്കൊണ്ട് ആ പോരാട്ടം നയിക്കാമെന്നിരിക്കെ ആരും പറയാതെ PV അൻവർ രാജിവെക്കുന്നു. മുദ്രാവാക്യം പിണറായിസമാണ്. PV അൻവർ രാജിവെച്ച അതേ തെരഞ്ഞെടുപ്പിൽ PV അൻവർ തന്നെ മത്സരിക്കാൻ പോകുന്നു. അതിന് കാരണം എന്താണ്? UDFലേക്ക് പ്രവേശനം കിട്ടുന്നില്ല. അപ്പോൾ ഈ അൻവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിലൊക്കെ ആത്മാർത്ഥ എത്രത്തോളം ഉണ്ട് ശ്രീ എ സുഗു? അല്ല, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ 2021 PV അൻവർ MLA ആയി വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാനറിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPMൻ്റെയും പ്രവർത്തകരുടെ കൂടി വോട്ട് കൊണ്ടാണ് ശ്രീ PV അൻവർ അന്ന് MLA ആയിട്ടുള്ളത്. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കറിയാലോ, പിന്നെ CPMൻ്റെ കൂടി പിന്തുണയോടുകൂടി MLA ആയി ഈ രണ്ടാം പിണറായി സർക്കാരിനെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെയും പ്രവർത്തനങ്ങളെ വിമർശിക്കണമെങ്കിൽ ആ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ടേ കഴിയുള്ളൂ. അതൊരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്, ഒരു രാഷ്ട്രീയ മാന്യതയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ PV അൻവർ രാജിവെച്ച മത്സരത്തിൽ PV അൻവർ തന്നെ മത്സരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അൻവർ, നമ്മുടെ ഖജനാവിലെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കാൻ അൻവറിന്റെ ഇമ്പൾസുകൾ കാരണമാകുന്നെങ്കിൽ ആ പോരാട്ടത്തിന്റെ പ്രസക്തി എന്താണ് ശ്രീ എ സുഗു? എന്നിട്ട് ഏറ്റവും ഒടുവിൽ കാരണം എന്താണ്? ഈ പറഞ്ഞ വ്യക്തിപരമായ കാരണമാണ്. ആ കാരണം എന്നെ അതാ UDFലേക്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അൻവർ തന്നെ മത്സരിക്കുമ്പോഴേക്കും അൻവറിന്റെ ഈ പറഞ്ഞ പിണറായി സേനയുടെ പോരാട്ടത്തിൽ ആവേശം കൊണ്ടവരുടെ ആവേശത്തിന് എന്ത് പ്രസക്തി ശ്രീ എ സുഗു? അല്ല, UDFൽ എടുക്കുന്നില്ല, അതൊന്നും അല്ലല്ലോ പ്രശ്നം. അതാണ് പ്രശ്നം. രണ്ടാം പിണറായി സർക്കാരിന്റെ ജനദ്രോഹ പ്രവർത്തനങ്ങൾ, അതൊന്നുമല്ല ഇപ്പൊ അതാണ് പ്രശ്നം. UDFൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് അൻവറിന്റെ ഒറ്റ പ്രശ്നമാണ്. അൻവറിന്റെ യുദ്ധം പിണറായിയോടല്ല, ഇപ്പം അൻവറിന്റെ യുദ്ധം സതീഷിനോടാണ് ഇപ്പൊ യുദ്ധം. അതെങ്ങനെ? അതൊക്കെ ഭംഗ്യന്തരേന വന്ന കാര്യമാണല്ലോ ആശ്മി, നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഞങ്ങൾ ഈ പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയ സമയത്ത് സമാനമായ ചിന്താഗതിയുമായി നമ്മൾ ഒന്നിച്ച് പോവേണ്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് UDFൻ്റെ നേതാക്കളാണ് ഞങ്ങളെ സമീപിച്ചത്. അല്ലാതെ ഞങ്ങൾ UDFൻ്റെ നേതാക്കളെടുത്തേക്ക് അങ്ങോട്ട് സമീപിച്ച് ഞങ്ങളെ കൂട്ടുമോ എന്നുള്ളത് ചോദിച്ചിട്ടല്ല.
UDF-ന്റെ പല ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികളിൽപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ നമ്മൾ സമാന ചിന്താഗതിക്കാരാണ്. ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യോജിച്ച് പോരാട്ടമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ തരത്തിലുള്ള ഒരു ആലോചന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അല്ല ശ്രീ സുഗു, അങ്ങനെയാണെങ്കിൽ അൻവറിൻ്റെയും TMCയുടെയും പ്രശ്നം എന്താണ്? പിണറായിസമാണ്. എന്നിട്ട് ഇപ്പോൾ അൻവർ മത്സരിക്കുന്ന എന്തിനാണ്? പിണറായിസത്തിനെതിരായ ഒരുപക്ഷെ കൺസോളിഡേറ്റ് ആവുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ മത്സരിക്കുകയാണ്. അതെങ്ങനെയാണ് ശരിയാവുക? അല്ല, തെരഞ്ഞെടുപ്പിൽ വോട്ട് സ്പ്ലിറ്റ് ആവുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. PV അൻവർ മത്സരിക്കുന്നത് ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന്, ആ മുദ്രാവാക്യത്തിന് നിലമ്പൂരിലെ ജനത ഞങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അൻവറിനെ ജയിപ്പിക്കുമോ നിലമ്പൂരിലെ ജനത? അങ്ങനെയാണോ പ്രതീക്ഷ? തീർച്ചയായും. ശ്രീ രാജു പി നായർ, അൻവർ ജയിക്കുമെന്ന് അൻവർ പറയുന്നില്ലെങ്കിൽ കൂടിയും സുഗു എന്ന് പറഞ്ഞപ്പം ആദ്യം മുതലേ ഉള്ള ഒരു നേതാവാണ്, അല്ലാതെ ഇടയ്ക്ക് കയറി വന്ന ആളല്ല. ജയിക്കുമെന്ന് TMCക്കും സുഗുവിനും ഉറപ്പുണ്ട്. ഇപ്പം മമതാ ബാനർജി ഒക്കെ പശ്ചിമ ബംഗാൾ നടക്കുന്ന ബൈ ഇലക്ഷനിൽ പോലും പോകാറില്ല എന്നാണ് കേൾവി. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുമോ? അവിടെ മഹോമിത്ര അവിടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് മുഖത്താണ്, അവരൊക്കെ വരുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. വന്നാൽ അൻവറിന് കൊള്ളാം.